2019 ശേഷം 96% ഇൻ്റർനെറ്റിൽ വരുന്ന ഡീപ്പ് ഫേക്ക് വീഡിയോസ് മെയിൻലി ബേസ് ചെയ്തേക്കുന്നത് സെക്ഷൽ ആൻഡ് അഡൽട്ട് വീഡിയോസിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് AI ടൂൾസിൻ്റെ റിലീസിന് ശേഷമാണ്. ഫോർ എക്സാമ്പിൾ AI ടൂൾസ് കണക്ക് ഡാലി അല്ലെങ്കിൽ മിഡ് ജേർണി അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ജനറേറ്റീവ് ഫിൽ AI അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ റീസെൻ്റ്ലി ക്യൂട്ടി സിൻഡർല എന്ന് പറയുന്ന ഒരു ട്വിച്ച് സ്ട്രീമറിൻ്റെ ഒരു പോണോഗ്രാഫി വീഡിയോ ക്രിയേറ്റ് ആയി അത് ഇൻ്റർനെറ്റിൽ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ആ ഒരു സ്ട്രീമറിൻ്റെ കരിയർ തന്നെ റൂയിൻ ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം AI എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോ ഉണ്ടായത് നമ്മൾ AI എത്രത്തോളം ഡേഞ്ചറസ് ആണോ അല്ലയോ അല്ലെങ്കിൽ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണോ എന്നുള്ളതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. റീസെൻ്റ്ലി AI ടൂൾസ് യൂസ് ചെയ്തതിന് ഒരുപാട് ഇഷ്യൂസ് ഇന്നത്തെ കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പേര് പ്രൊഫഷണലി AI ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളെ ചാറ്റ് ജി പി ടി ഒരുപാട് പ്രൊഫഷണൽസ് അവരുടെ വർക്ക് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു പ്രോജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ChatGPT ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു AI ടൂൾ യൂസ് ചെയ്താണ് ഒരുപാട് പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതുപോലെ തന്നെ വേറെ മറ്റ് AI ടൂൾസ് വന്നിട്ടുണ്ടായിരുന്നു ഡീപ്പ് ഫേക്ക് വീഡിയോസിന് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പോലെ തന്നെ. അതായത് നമ്മുടെ ഡാലി അല്ലെങ്കിൽ നമ്മളുടെ മിഡ് ജേർണി അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിൻ്റെ ജനറേറ്റീവ് ഫിൽ AI എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡേ ബൈ ഡേ ഇത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്ത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ എബിലിറ്റീസും അല്ലെങ്കിൽ തന്നെ അത് AI ജനറേറ്റ് ചെയ്ത് വളരെയധികം പവർഫുൾ ആയിക്കൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് മിഡ് ജേർണി എന്ന് പറയുന്ന ഒരു AI ടൂൾ യൂസ് ചെയ്ത് നമുക്കൊരു ക്രിയേറ്റീവ് ആർട്ട് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അത് നമ്മൾ ഏതെങ്കിലും ഒരു പിക്ചർ അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലാണ് ആ ഒരു ആർട്ട് ക്രിയേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പല രീതിയിലാണ് ഈ ഒരു പിക്ചർ ആർട്ട് അതായത് അത് ചേഞ്ച് ആയി വരുന്നത്. അതും അതിന് പോസിബിലിറ്റീസ് ഇൻഫിനിറ്റ് ടൈംസ് ആണ് പോസിബിലിറ്റീസ്. അപ്പോൾ അത്രത്തോളം പവർഫുള്ളാണ് ഇപ്പോഴത്തെ കാലത്തെ AI. അപ്പോൾ നമുക്ക് എത്ര വേണോ ഇത് ജനറേറ്റ് ചെയ്ത് പല രീതിയിൽ നമുക്ക് ഈ ഒരു ഫോട്ടോയുടെ ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. റീസെൻ്റ്ലി അമേരിക്കയിൽ ടെക്സസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു സ്കൂൾ ടീച്ചറിൻ്റെ ഒരു അഡൾട്ട് വീഡിയോ റിലീസ് ആവുകയും പെട്ടെന്ന് അത് വൈറലാവുകയും വളരെയധികം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്കൂൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിട്ട് തന്നെ ആ ഒരു ടീച്ചറെ ഡിസ്മിസ് ചെയ്യുകയുണ്ടായി. She's being bullied by students and feels the district is not taking it seriously and plans to press charges against those responsible. അപ്പോൾ ഈ ഒരു ടീച്ചർ ഇങ്ങനത്തെ എക്സ്പോസീവ് വീഡിയോ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊരു AI ടൂൾ യൂസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സ്റ്റുഡൻസിൻ്റെ ഹറാസ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡൻസിൻ്റെ പെരുമാറ്റം കാരണം വളരെയധികം മെൻ്റൽ ഇഷ്യൂസ് ടീച്ചർ അനുഭവിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഒരു കുട്ടികളുടെ പാരൻസ് ഇത് അറിഞ്ഞിട്ട് വളരെയധികം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷനായിട്ട് ആ ഒരു ടീച്ചറെ ഡിസ്മിസ് ചെയ്യുകയുണ്ടായി. പക്ഷേ ഈ ഒരു ടീച്ചറിൻ്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്തിട്ട് പോലും അത് ക്ലിയറായി വന്നില്ല. ആ ഒരു ടീച്ചറിനെ തിരിച്ച് ജോലിയിലെടുത്തില്ലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് പേർക്ക് വിശ്വസിക്കാൻ വളരെയധികം പാടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ AI ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ പറ്റും. നമുക്കത് തിരിച്ചറിയാൻ പോലും പറ്റില്ല. അത്രത്തോളം ടെക്നോളജി വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡീപ്പ് ഫേക്കിംഗ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇല്ലാത്തൊരാളിനെ ആ ഒരു വീഡിയോയിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതായത് മറ്റൊരാളുടെ ബോഡി യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഫേസ് നമുക്ക് വളരെയധികം അതിനകത്ത് സിങ്ക് ചെയ്ത് റിയാലിറ്റി ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഈ ഒരു ഡീപ്പ് ഫേക്കിംഗ് AI ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വളരെ സിമ്പിളായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് ഈ ഒരു ഡീപ്പ് ഫേക്കിംഗ്. അപ്പോൾ ഈ ഒരു ടെക്സസിലുണ്ടായിരുന്ന സംഭവം കണക്ക് തന്നെ സിമിലറായിട്ട് മറ്റൊരു യൂട്യൂബറിനോട് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ക്യൂട്ടി സിൻഡർല എന്ന് പറയുന്ന ട്വിച്ച് സ്ട്രീമറിനോടി വളരെയധികം ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രീമർ എന്ന് പറയുന്നത് ഡെയിലി ഗെയിമിംഗ് അല്ലെങ്കിൽ ബേക്കിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കണ്ടൻറ്റാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. യൂട്യൂബറിൻ്റെ ഫേസ് വെച്ചിട്ട് ഒരു പോൺ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലാവുകയും വളരെയധികം മെൻ്റൽ ഇഷ്യൂസ് ഈ ഒരു സ്ട്രീമർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രീമർ ഇതിൽ നിന്നൊക്കെ റിക്കവറായി വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ഈ ക്യൂട്ടി സിൻഡർലയുടെ മറ്റൊരു കസിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 17-year-old കസിന് ഈ ഒരു ഫോട്ടോസ് മറ്റും കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് വളരെയധികം സൈബർ അറ്റാക്കൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തന്നെ ഒരു ക്രിമിനൽ കുറ്റമായിരുന്നു. പോരാത്തതിന് ഈ ഒരു വീഡിയോ മറ്റ് റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുന്നത് പറയുന്നത് വളരെയധികം ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അപ്പോൾ ഇത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലായിരുന്നു ആ ഒരു വീഡിയോ പോയിട്ടുണ്ടായിരുന്നത്. കാര്യം അത്രത്തോളം പെർഫെക്ഷനോട് കൂടിയാണ് ഈ ഒരു ഡീപ്പ് ഫേക്കിംഗ് വീഡിയോസ് ഇന്നത്തെ കാലത്ത് ക്രിയേറ്റ് ആവുന്നത്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ക്യൂട്ടി സെൻ്ററിൽ അല്ല അത് ആ വീഡിയോയിലുണ്ടായിരുന്നത് എന്ന് തെളിയിച്ചിട്ട് പുള്ളിക്കാരിയുടെ ഒരു ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അത് ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ടെക്സസിലുള്ള ടീച്ചറിന് ആ ഒരു ജോലിയിലൂടെ തിരിച്ച് കയറാനുള്ള സാധ്യതകളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലെ
ഇന്നസെൻസ് പ്രൂവ് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം പാടായിരിക്കും. ചിലവർക്ക് അത് ഓക്കെ ഇതാവും, പക്ഷെ മറ്റു ചിലവർക്ക് മെൻ്റലി തന്നെ അത് ഭയങ്കര ഡൗൺ ആവുകയും അവരുടെ ആ ഒരു ലൈഫ് തന്നെ ഇല്ലാതാവുകയും കരിയർ മൊത്തത്തിൽ തന്നെ ഇല്ലാതാവുകയും ഏതാണ് സിമുലേഷൻ ഏതാണ് റിയാലിറ്റി എന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്, ഹൈപ്പർ റിയാലിറ്റി അവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നമ്മൾ ഭാവിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ChatGPT പോലുള്ള ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ഹ്യൂമൻസ് ചെയ്യുന്ന വർക്കിനെ റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. കാര്യം ഒരുപാട് പേര് അതിനെ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഇപ്പോഴും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ അവരുടെ വർക്കിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ChatGPTയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റ് AI ടൂൾസും ഇത് കണക്ക് തന്നെ ഡെവലപ്പായി വന്നു കഴിഞ്ഞാൽ തന്നെ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അതായത് ഹ്യൂമൻ ഔട്ട്പുട്ട് ഏതാണ് AI ഔട്ട്പുട്ട് ഏതാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു പോസിബിലിറ്റീസ് വളരെയധികം കുറവാണ്. ടെലഗ്രാമിൽ വന്നിട്ടുള്ളതായിരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു AI ടൂളുണ്ട്, അൺഡ്രസ് AI എന്ന് പറയുന്നൊരു ടൂളുണ്ട്. അപ്പോൾ ആരുടെ ഫോട്ടോ ഇട്ട് കൊടുത്താലും അത് വളരെ ഈസി ആയിട്ട് അൺഡ്രസ് ചെയ്യും. അതൊരു ന്യൂഡ് ഫോട്ടോയാണ്, അത് എങ്ങനെ വേണോ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഇത് വളരെയധികം ഈസിലി ആക്സസബിൾ ആണ്. ആർക്ക് വേണോ ഇത് യൂസ് ചെയ്ത് ആരുടെ ഫോട്ടോ വേണോ യൂസ് ചെയ്ത് മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലാണ് ഈ ഒരു AI ടെക്നോളജി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം ടെലഗ്രാമിലൊക്കെ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്, കോമൺ ആപ്പാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനൊരു ഫീച്ചർ വരിക എന്ന് പറയുന്നത് വളരെയധികം ഒരു എന്താ പറയുക, ഒരു മോശമായൊരു കാര്യമാണ്. അപ്പോൾ അത് ബാൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാൻ ചെയ്യേണ്ടി തന്നെയാണ് ഇങ്ങനത്തെ ആപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ നമുക്ക് ഒറിജിനലാണോ ഫേക്കാണോ എന്ന് തിരിച്ചറിയാൻ തന്നെ വളരെയധികം പാടാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും AI അത്രത്തോളം ഡേഞ്ചറസ് ടൂളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI അത്രത്തോളം ഡേഞ്ചറസ് ടൂൾ അല്ല. അത് മിസ്യൂസ് ചെയ്യുമ്പോഴാണ് അതൊരു ഡേഞ്ചറസ് ടൂൾ ആവുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് നമുക്ക് വളരെയധികം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ കാണും. അതുപോലെ തന്നെയാണ് AI. അതുകൊണ്ട് തന്നെ AI ബാൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതിന് നെഗറ്റീവ് സൈഡും ഉണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട്. സോ പോസിബിളി രണ്ടും വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പാടാണ്. ഇപ്പോൾ ഫിഷിംഗ് സ്കാമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ ഈ ഒരു AI ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോസോ മറ്റു കാര്യങ്ങളോ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങളടുത്ത് തന്നെ സ്കാം ചെയ്ത് പൈസ ചോദിക്കാനൊക്കെ വളരെയധികം ഈസിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ഇതിന് ഫേസ് ചെയ്യാനായിട്ട് ഒരു മൈൻഡ് സെറ്റ് എടുക്കുക. കാര്യം നമ്മളിത് എന്നായാലും ഫേസ് ചെയ്യേണ്ടി വരും, ഇതെപ്പോൾ വേണോ നടക്കാം എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇത് ഏതാണ് റിയൽ ഏതാണ് ഫേക്ക് എന്ന് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഡീപ്പ് ഫേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫോട്ടോഷോപ്പിലും AI ടൂൾ വന്നിട്ടുണ്ട്, ജനറേറ്റീവ് ഫിൽ AI എന്ന് പറയുന്ന ഒരു ടൂൾ വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇല്ലാത്ത പകുതി ഫോട്ടോ ഉള്ളതിനെ വരെ ഫുള്ളാക്കി ജനറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു സംഭവത്തിനെ നമുക്ക് വളരെ ഒറിജിനാലിറ്റി കൂടി നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും എത്രത്തോളം ഒറിജിനാലിറ്റി, ഇത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് പോലും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയ്ക്ക് പെർഫെക്ഷനോട് കൂടിയാണ് ഈ ഒരു AI ടൂൾസ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടില്ല. അപ്പോൾ ഇനിയും ഡെവലപ്ഡ് ആവുമ്പോൾ എത്രത്തോളം ആയിരിക്കും ഇതിൻ്റെ ഒരു കോൺസിക്വൻസസ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാണിച്ചാലും നമ്മൾ വിശ്വസിക്കും. അപ്പോൾ ഈ ഒരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കിയാലും നമ്മൾ ഉറപ്പായിട്ടും വിശ്വസിക്കും. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലുള്ള പ്രായമായിട്ടുള്ളവർ, അവരുടെ അടുത്ത് നമ്മളിത് പറയുന്നത് AI ടൂൾ ആണെന്ന് പറയുകയാണെങ്കിൽ അവർ ഒരു കാലത്ത് ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. അവർ ഈ വീഡിയോയിൽ എന്താണുള്ളത് അതാണ് വിശ്വസിക്കാൻ പോകുന്നത്. സോ നമ്മളെ മെയിനായിട്ട് നമ്മളുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മളായിട്ട് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഈ ഒരു ഡീപ്പ് ഫേക്കിംഗ് വീഡിയോസ് ഉണ്ടാവാം, ആർക്ക് വേണോ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ തന്നെ തയ്യാറായിരിക്കണം. അപ്പോൾ അത്രത്തോളം സ്ട്രോങ് മൈൻഡ് സെറ്റോടു കൂടിയായിരിക്കണം നമ്മൾ പോകേണ്ടത്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ AIയുടെ ഇതുപോലുള്ള ഇഷ്യൂസ് വരാനുള്ള വളരെയധികം സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ഫേക്ക് ഏതാണ് ഒറിജിനൽ എന്ന് ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. സോ വളരെയധികം പാടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു അവയർനെസ് വീഡിയോ ആണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് എവിടെ വേണോ അപ്ലോഡ് ചെയ്യുക. യാതൊരു കോപ്പിറൈറ്റ് ഇഷ്യൂസോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരത്തേക്കും ടാറ്റ. സോഷ്യൽ മീഡിയ മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടാക്കിയ ആൾ ഞാനാണ്, ഗോഡ് ഫാദറിൻ്റെ. ആൻഡ് ഐ എം നോട്ട് പ്രൗഡ് ഓഫ് ഇറ്റ്. എൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ അറിയിക്കുക ഇങ്ങനൊരു ടെക്നോളജി ഉണ്ട് ആൻഡ് യു ഷുഡ് ബി കെയർഫുൾ. എനിക്കറിയാം, ഞാൻ ഭയങ്കര പേടിച്ചാണ് സംസാരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് സ്കേറി ആസ് ഷിറ്റ്. ഞാൻ 3-4 ദിവസമായി ഉറങ്ങിയിട്ട്.